ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്ത് കാനഡ. ഏതാനും വർഷങ്ങളായി കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരനായ അമൻദീപ് സിംഗ് ആണ് അറസ്റ്റിലായത്. 4 പേർ അറസ്റ്റിലായിട്ടും ഇന്ത്യൻ ഗൂഢാലോചനയാണ് കൊലയെന്ന വാദം കാനഡയ്ക്ക് തെളിയിക്കാനായിട്ടില്ല ഇതുവരെ. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇതോടെ നിജാറിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരുടെ എണ്ണം 4ആയി. കരൺപ്രീത് സിംഗ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായ ഇന്ത്യക്കാർ. 2023 ജൂൺ 18-നാണ് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെടുന്നത്. കനേഡിയൻ പ്രവിശ്യയായ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു ഗുരുദ്വാരയ്ക്ക് പുറത്തു വച്ചാണ് ഒരു സംഘം നിജാറിന് നേരെ അതിക്രമം നടത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള ഭീകരരെ കാനഡ സ്വീകരിച്ചതിന്റെ പ്രതിഫലനമാണ് ഈ കൊലപാതകം. കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. എന്തിനായിരുന്നു കൊലയെന്നതിൽ പ്രതികളെ പിടികൂടിയിട്ടും കാനഡ ഔദ്യോഗികമായി പറയുന്നില്ല. ഗുണ്ടാപ്പകയും അധോലോക പ്രവർത്തനങ്ങളും തന്നെയാണ് കൊലയ്ക്ക് കാരണമായത്. ഇന്ത്യൻ ഏജൻസി പ്രവർത്തകർ ആരെയും പിടികൂടാനുള്ള തെളിവുകൾ തേടിയായിരുന്നു കാനഡ അന്വേഷണം വൈകിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള തെളിവൊന്നും തന്നെ കാനഡയ്ക്ക് കിട്ടിയില്ല എന്നതായിരുന്നു വസ്തുത. സംഭവത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നായിരുന്നു കാനഡയുടെ ആരോപണം. എന്നാൽ ഇന്ത്യ ഇത് നിഷേധിച്ചിരുന്നു. 2020-ലാണ് നിജാറിനെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചത്. ഹർദീപ് സിംഗ് നിജാറുടെ കൊലപാതകം 2 മാഫിയ ഗ്യാങ്ങുകൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കൊലപാതകത്തിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടെന്നായിരുന്നു കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവന. സംഭവത്തിന് പിന്നാലെ ഇന്ത്യ കാനഡ ബന്ധം വഷളായിരുന്നു. സംഭവത്തിൽ കാനഡയ്ക്ക് രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്നും വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും കാനഡ രാഷ്ട്രീയമായ അഭയം നൽകുകയാണെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. ആദ്യ 3 അറസ്റ്റിന്റെ വിവരങ്ങൾ കാനഡ ഇന്ത്യയെ അറിയിച്ചിരുന്നു. 4ാമന്റെ കാര്യവും ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ അത് നയതന്ത്ര തലത്തിൽ അല്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ അറിയിച്ചിരുന്നു. എന്തായാലും ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് തന്നെയായിരുന്നു കാനഡ ആവർത്തിച്ചു പറഞ്ഞത്. രാജ്യാന്തര രഹസ്യാന്വേഷണ കൂട്ടായ്മ തെളിവ് നൽകിയതായി കാനഡ അവകാശപ്പെട്ടായിരുന്നു രംഗത്ത് വന്നത്. എന്നാൽ തെളിവ് കൈമാറാനാകില്ല എന്നായിരുന്നു കാനഡയുടെ നിലപാട്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ തെളിവ് കൈമാറാനാകൂ എന്ന് കാനഡ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ യാതൊരു തെളിവും കാനഡ കൈമാറിയിട്ടില്ല. അതേസമയം കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഈ വിസ അടക്കം ഒരു തരത്തിലുള്ള വിസയും അനുവദനീയമല്ലായിരുന്നു. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഇന്ത്യ സ്വീകരിച്ചത്. തങ്ങളല്ല ഇതിന് പിന്നിലെന്നും ഒരു ഗുണ്ടാ സംഘമാണ്, അതായത് 2 പേരും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ നിജാറിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ ഒരു രീതിയിലും തന്നെ കാനഡ ഇത് സമ്മതിച്ച അവസ്ഥയായിരുന്നില്ല. അതിനുശേഷമാണ് വിസ നിരോധനം ഇന്ത്യ ഏർപ്പെടുത്തിയത്.